Hello, dear students. Good morning. Welcome back to our online lessons. Till now, we have discussed Kamala, the short story written by Santosh Echikanam, and we have completed that particular short story very beautifully. And we discussed Caring for Animals, a poem written by John Silkin. And now we are in a need to discuss this particular poem called No Men Are Foreign. So this is another poem that you can see in your textbook of Spectrum. And this poem has been written by James Kirkup. So let us discuss what was James Kirkup. So you can see about the author part. Let us read about the author. Then we will get a beautiful idea, beautiful picture about the author. Before we enter to any poem, we have to discuss a little bit about the author. Then only we will get a beautiful clarification about the reasons why this particular person has written such a wonderful poem like this. So let's move to a discussion. James Harold Kirkup was born on 23rd April 1918 in South Shields, Durham, England. അദ്ദേഹം ജനിച്ചിട്ടുള്ള സ്ഥലമാണ് പറയുന്നത്. Okay, he completed his education from South Shields High School and Durham University with an inborn sense of deep solitude and apartness. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ ദർഹാം യൂണിവേഴ്സിറ്റി എന്നൊക്കെയാണ്, അതുപോലെ സൗത്ത് ഷീൽഡ് ഹൈസ്കൂൾ എന്നൊക്കെയാണ് എഡ്യൂക്കേഷൻ നേടിയിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇൻബോൺ സെൻസ് ഓഫ് ഡീപ്പ് സോളിറ്റ്യൂഡ് ആൻഡ് അപ്പാർട്ട്നെസ്, ഏകാന്തമായിരിക്കുന്ന ഒരു സെൻസ്, ഒറ്റപ്പെട്ട ഒരു ജീവിതം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. മീൻസ് അധിക സമയത്തും ഒറ്റയ്ക്ക് ഇരിക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നത്. ഹി വാസ് ആൻ ഓഡ് ബോയ്, വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള, വളരെയധികം ഓഡായിട്ടുള്ള ഒരു ഒറ്റപ്പെട്ട മീൻസ് മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു നമ്മളുടെ ജെയിംസ് കിർക്കപ്പ്. Out since his school days, he openly demonstrated his protest against the Second World War and spent his time working as an agricultural laborer during those days. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് അദ്ദേഹം ഒരു അഗ്രികൾച്ചറൽ ലേബറായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നതെങ്കിലും അദ്ദേഹം സെക്കൻഡ് വേൾഡ് വാറിനെതിരെ നല്ല രീതിയിൽ വിമർശനങ്ങൾ അയച്ചു വിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, നല്ല രീതിയിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിർക്കുപ്പ് വാസ് ഓപ്പൺലി ഹോമോസെക്ഷൽ ആൻഡ് ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റേറിയൻ. ഹോമോസെക്ഷൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ജെയിംസ് കിർക്കുപ്പ്. അതുപോലെ തന്നെ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റേറിയൻ, വിച്ച് മീൻസ് നിലനിൽക്കുന്ന പല നിയമങ്ങൾ മതത്തിലാവാം, രാഷ്ട്രീയത്തിലാവാം, സാമൂഹിക സ്ഥാപനങ്ങളിലാവാം, അങ്ങനെ എന്തൊക്കെയോ നിയമങ്ങളുണ്ടോ, എന്തൊക്കെയോ കാഴ്ചപ്പാടുകളുണ്ടോ, എന്തൊക്കെ നോഷൻസ് ഉണ്ടോ, അതിനെതിരെയുള്ള ഒരു ടെൻഡൻസി, അതിനൊക്കെ എതിരെ ചലിക്കാനുള്ളൊരു ടെൻഡൻസി, എതിരെ വർത്താനം പറയാനുള്ളൊരു ടെൻഡൻസി ഉള്ളൊരു വ്യക്തിയായിരുന്നു ജെയിംസ് കിർക്കുപ്പ്. After an unsuccessful career as a school teacher in England, in 1956 he moved to Japan where he worked in various universities for 30 years. നിങ്ങൾക്ക് കാണാം അദ്ദേഹം സ്കൂൾ ടീച്ചറായി ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്തു, പക്ഷേ അൺസക്സസ്ഫുൾ ആണ്. സോ ഹി മൂവ്ഡ് ടു ജപ്പാൻ ആൻഡ് വർക്ക്ഡ് ദർ ഫോർ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ് ഫോർ 30 years. 30 വർഷം ജപ്പാനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. In 1988 Kirkup moved to permanently to Andorra where he continued to write prolifically. He died in 2009. 2009 അദ്ദേഹം മരണപ്പെടുന്നത്. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഓക്കെ, മരണപ്പെടുന്നത് വരെ അദ്ദേഹത്തിൻ്റെ തൊഴിൽ എഴുതുക തന്നെയായിരുന്നു. ഓക്കെ, the early phases of Kirkup's illustrious literary career was modeled on Dylan Thomas and the Surrealist. നമ്മുടെ ജെയിംസ് കിർക്കുപ്പ് എഴുതിയിരുന്ന ആദ്യകാലങ്ങളിൽ അദ്ദേഹം ഫോളോ ചെയ്തിരുന്ന റൈറ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളുടെ ഡിലാൻ തോമസിൻ്റെതായിരുന്നു. ഡിലാൻ തോമസ് എന്നതൊരു ബ്രിട്ടീഷ് കവിയാണ്. ഡിലാൻ തോമസ് എഴുതിയിരുന്നത് സറിയലിസ്റ്റ് കവിതകളായിരുന്നു. സറിയലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സിഗ്നേച്ചറൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട് സറിയലിസം എന്താണെന്നുള്ളത്. ഓക്കെ, സറിയലിസം ഇസ് ആക്ച്വലി എ ഫിലോസഫിക്കൽ മൂവ്മെൻറ്റ്. ഒന്നിലും മീൻസ് എന്താ പറയുക, റിയാലിറ്റിക്ക് അപ്പുറത്തോട്ടായിട്ടുള്ള മനുഷ്യൻ്റെ ഭാവനകൾ, സറിയലിസം. ഓക്കെ, ഇപ്പോൾ സംസാരിക്കുന്ന ഒരു കുതിര സറിയലിസ്റ്റിക് ഇമേജാണ്. ഓക്കെ, ഹിസ് പബ്ലിഷ്ഡ് വർക്ക്സ് ഇൻക്ലൂഡ് സെവറൽ ഡോസൻ കളക്ഷൻസ് ഓഫ് പോയട്രി, 6 volumes of autobiography, translations of numerous works by foreign authors and thousands of shorter pieces. ഒരുപാട് ഏരിയകളിൽ അദ്ദേഹം വർക്കുകൾ എഴുതിയിട്ടുണ്ട്, ഓട്ടോഗ്രാഫി എഴുതിയിട്ടുണ്ട്, ട്രാൻസ്ലേഷൻസ് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പോയട്രി കളക്ഷൻസ് ഉണ്ട്. പല രീതിയിലും അദ്ദേഹം എഴുത്തിൽ വന്നിട്ടുണ്ട്, പോയത്തിൽ മാത്രമല്ല. ഓക്കെ, നിങ്ങൾക്ക് കാണാം. ഇൻക്ലൂഡിങ് ട്രാവൽ റൈറ്റിംഗ് ആൻഡ് ഒബിച്വറീസ്.
ചരമ കുറിപ്പുകൾ പോലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അതുപോലെ ട്രാവൽ റൈറ്റിംഗ് പോലും. ഹിസ് ഫസ്റ്റ് കളക്ഷൻ ഓഫ് പബ്ലിഷ്ഡ് പോയംസ് വാസ് ദ ഡ്രൗൺഡ് സെയിലർ. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കളക്ഷനാണ് ദ ഡ്രൗൺഡ് സെയിലർ. നോട്ടബിൾ എമംഗ് ദ സിഗ്നിഫിക്കൻറ്റ് ടൈറ്റിൽസ് ബൈ ഹിം ഇൻക്ലൂഡ് ദ സബ്മേർജ്ഡ് വില്ലേജ് ആൻഡ് അതർ പോയംസ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് ദ സബ്മേർജ്ഡ് വില്ലേജ് ആൻഡ് അതർ പോയംസ്. മറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സും കൂടി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എ കറക്റ്റ് പാഷൻ ആൻഡ് അതർ പോയംസ്, അനദർ വൺ ദ ഡെസെൻറ്റ് ഇൻ ടു ദ കേവ് ആൻഡ് അതർ പോയംസ്, അനദർ വൺ നോ മെൻ ആർ ഫോറിൻ, ദാറ്റ്സ് അവർ പോം. Another poem, the Body Servant, Poems of Exile, and you can see the lonely scarecrow, and you can see he dreamed he was a butterfly, and Marsden by. ഒരുപാട് വർക്കുകൾ നമുക്ക് കാണാം. നിങ്ങൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. The publication of The Love That Dares to Speak Its Name, in which he describes Jesus as a gay, invited much controversy and eventually became the last instance of successful trial for blasphemy. ദൈവനിന്ദ അദ്ദേഹം ചെയ്തിരുന്നു. അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു വർക്ക് ദ ലവ് ദാറ്റ് ഡെയർസ് ടു സ്പീക്ക് ഇറ്റ്സ് നെയിം, ആ ഒരു വർക്ക് വിവാദപരമായിട്ട് മാറി. അതിൻ്റെ റീസൺ എന്താ? ജീസസ് ക്രൈസ്റ്റിനൊരു ഗേ ആയിട്ട്, ഒരു ഹോമോസെക്ഷൽ ആയിട്ട് ചിത്രീകരിക്കുകയാണ് ജെയിംസ് കിർക്കപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭയങ്കര പ്രശ്നങ്ങൾ വന്നു. അദ്ദേഹം ആകെ ആ സമയത്ത് സ്വാഭാവികമാണ്, അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് ഇങ്ങനെയൊരു കാര്യം ചെയ്തതിൻ്റെ ഫലമായിട്ട്. ഓക്കെ. He was selected as a Fellow of Royal Society of Literature in 1962 and was awarded the Scott Moncrief Prize for Translation in 1992. Steve Smith described him as Steve Smith, a important figure. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ജെയിംസ് കിർക്കപ്പ് എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുള്ളത് എ പോയിറ്റ് ഇൻ ദ ഇംഗ്ലീഷ് ട്രഡീഷൻ. ഇംഗ്ലീഷ് ട്രഡീഷനിലുള്ള ഒരു കവിയാണ് ജെയിംസ് കിർക്കപ്പ്. എന്നാൽ ഒറിജിനൽ വിത്തൗട്ട് ബീങ് ഫ്രീക്കിഷ് ആവാതെ ഒറിജിനൽ എന്താണോ അതുപോലെ തന്നെ അവതരിപ്പിക്കുന്ന ഒരു കവിയാണ് ജെയിംസ് കിർക്കപ്പ്. ഫ്രീക്കിഷ് മീൻസ് അധിക അലങ്കാരങ്ങളൊന്നും ഇല്ലാതെ, വിചിത്രമായതൊന്നും പറയാതെ. കണ്ടംപററി വിത്തൗട്ട് ബീങ് ഫ്രോഡുലൻറ്റ്. കണ്ടംപററി ആയിട്ടുള്ള ഒരു പോയറ്റാണ് ജെയിംസ് കിർക്കപ്പ് വിത്തൗട്ട് ബീങ് ഫ്രോഡുലൻറ്റ്. ഓക്കെ, ഫ്രോഡുലൻ്റ് അല്ലാത്ത കണ്ടംപററി ആയിട്ടുള്ള ഒരു പോയറ്റാണ്. അത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, എക്സാമിനൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ഇൻട്രൊഡക്ഷൻ. This part you have to listen very carefully because we are dealing with introduction to this poem. The world witnessed a series of wars in the 20th century. 20ാം നൂറ്റാണ്ടിൽ ഒരുപാട് യുദ്ധങ്ങൾ ലോകം കണ്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താ നമുക്ക് ഇവിടെ നോക്കാനുള്ളത്? Any war is based on the notion that the people of a country are essentially different from those of the neighboring ones, often on the basis of color, creed, geography or language. അപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ കോംപ്ലക്സിറ്റീസ് ഉണ്ടാവുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പല കാരണങ്ങളെ കൊണ്ടാണ്. കളറിൻ്റെ പേരിലാവാം, ക്രീഡ് മീൻസ് ജാതി, അതിൻ്റെ പേരിലാവാം, ജോഗ്രഫിക്കൽ മീൻസ് ഭൂമിപരമായിട്ടുള്ള തർക്കങ്ങളിലാവാം, ലാംഗ്വേജ് ഭാഷയുടെ തർക്കങ്ങളിലാവാം. Thus, myths of racial superiority and cultural hegemony are constructed to differentiate one from the other. Racial superiority, ഇപ്പോൾ ഒരു മിത്ത് നിലനിൽക്കുന്നുണ്ടാവും. ഈ റേസാണ്, ഈ ഒരു വംശം മാത്രമാണ് നല്ലത്, ബാക്കി എല്ലാവരും മീൻസ് മോശം വംശക്കാരാണെന്നുള്ളൊരു മിത്ത്, ആ ഒരു ഇമാജിനേഷൻ, ഒരു കെട്ടുകഥകൾ നിലനിൽക്കുന്നൊരവസ്ഥ. ആൻഡ് കൾച്ചറൽ ഹെജിമണി. കൾച്ചറൽ ഹെജിമണി മീൻസ് ഒരു കൾച്ചറിൽ ഇന്ന ആളുകൾ മാത്രമാണ് ബെറ്റർ, ഇന്ന ആളുകളുടെ കൾച്ചർ മാത്രമാണ് നല്ലത്, ഇന്ന രാജ്യക്കാരുടെ കൾച്ചർ മാത്രമാണ് നല്ലത് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കൾച്ചറൽ ഹെജിമണി എന്ന് പറയുന്നത്. സോ ദീസ് ആർ കൺസ്ട്രക്റ്റഡ് ടു ഡിഫറൻഷിയേറ്റ് വൺ ഫ്രം അനദർ. ഇങ്ങനെയുള്ള മിത്തുകളും കൾച്ചറൽ ഹെജിമണിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരാളെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ, ഒരു കാറ്റഗറിയെ മറ്റുള്ള കാറ്റഗറിയിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആർട്ടിസ്റ്റ് ആൻഡ് ക്രിയേറ്റീവ് റൈറ്റർ on the contrary aim at transforming the world around them by erasing the imaginary boundary lines. ഇപ്പോൾ ഈ ഒരു മിത്ത്, അതുപോലെ ഈ കൾച്ചറൽ ഹെജിമണി, അപ്പോൾ ഈ ഒരു ഇമാജിനറി ബൗണ്ടറി ലൈൻസ്, ഈ ഇമാജിനറി ലൈൻസ് കിടക്കുന്നത് മൈൻഡിലാണ്. ഇപ്പോൾ റൈറ്റേഴ്സിൻ്റെയും ക്രിയേറ്റീവായിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെയും ഒക്കെ അവരുടെയൊക്കെ ജോലി, അവരുടെയൊക്കെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നല്ല
വർക്കുകൾ എഴുതിയിട്ട് ഈ ഒരു ബൗണ്ടറി മനുഷ്യൻ്റെ മനസ്സുകളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ലോകത്തൊരു യൂണിറ്റി, ഒരു ഒരുമ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റൈറ്റേഴ്സ് ശ്രമിക്കേണ്ടത്. ഓക്കെ, ഈ ലോകത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ലോകത്തിന് ഈ ഒരു കൾച്ചറൽ ഹെജിമണിയും സുപ്പീരിയോറിറ്റിയും ഒക്കെ നിലനിൽക്കുന്ന, റേഷ്യൽ സുപ്പീരിയോറിറ്റി, ഞങ്ങളാണ് നല്ലത് എന്നുള്ളത് നിലനിൽക്കുന്ന ആ ഒരു മെൻ്റൽ പിക്ചർ ആളുകളുടെ മൈൻഡിൽ നിന്ന് കവിതകളിലൂടെ അത് മാറ്റാൻ റൈറ്റേഴ്സിന് കഴിയും എന്നാണ് നമുക്ക് കാണാൻ പറ്റുക. ദ ഷാഡോ ലൈൻ ദിസ് ഡ്രൗ ഇൻ ദ നെയിം ഓഫ് ഡിവിസീവ് പൊളിറ്റിക്സ്. അതുപോലെ പൊളിറ്റിക്സിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസിനെയൊക്കെ നമുക്ക് പോയട്രിയിലൂടെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ഓഥർ ഇവിടെ പറയുന്നുണ്ട്. ബ്യൂട്ടിഫുള്ളി റിട്ടൺ അപ്പോൺ ദ തീം ഓഫ് ദ ഹ്യൂമാനിറ്റി ഇൻ ഈച്ച് ഹ്യൂമൻ ബീങ്, നോ മെൻ ആർ ഫോറിൻ, വിച്ച് വാസ് കമ്പോസ്ഡ് ഇൻ 1966, ഈസ് എ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് സെനോഫോബിയ, റേഷ്യൽ ഹേറ്റ്രഡ് ആൻഡ് ആം ഫോർ. പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ്, നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമായിട്ടുള്ള പോയിൻറ്റ്സാണ് ഇവിടെ പറയുന്നത്. ഈ നോമിനാർ ഫോറിൻ എന്നുള്ള കവിതയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? 1966 കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രൊട്ടസ്റ്റാണ് ഈ കവിത. എന്തിനെതിരെ? ക്സെനോഫോബിയ. ഓക്കെ, ക്സെനോഫോബിയക്കെതിരെയുള്ളൊരു പ്രൊട്ടസ്റ്റായിട്ട് ഇത് കാണാൻ പറ്റും. ക്സെനോഫോബിയ മീൻസ് നമുക്കെന്താ പറയുക, വിദേശി വിദ്വേഷം, മറ്റുള്ള ആളുകളോട്, മറ്റുള്ള രാജ്യക്കാരോടുള്ള വിദ്വേഷം. റേഷ്യൽ ഹേറ്റ്രഡ്, അതുപോലെ റേഷ്യൽ പരമായിട്ടുള്ള വിദ്വേഷം. ഓക്കെ, അതുപോലെ ആം ഫെയർ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരെയുള്ളൊരു കമ്പോസിങ് ലൈൻസാണ് ഈ പോയട്രിയിലുള്ളത്. ദ പോയം വിച്ച് ബിഗിൻസ് ആൻഡ് കൺക്ലൂഡ്സ് വിത്ത് ദ റെട്ടോറിക്കൽ അസേഷൻ. ഒരു റെട്ടോറിക്കൽ അസേഷൻസ് കാണാം. റെട്ടോറിക്കൽ മീൻസ് അലങ്കാരികമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. റിമെമ്പർ നോ മെൻ ആർ സ്ട്രേഞ്ച്, നോ കൺട്രി ഈസ് ഫോറിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനാണ്. ഈ ഒരു പോയട്രിയുടെ തന്നെ ഏറ്റവും കാതലായിട്ടുള്ള വരിയാണിത്. റിമെമ്പർ, ഓർക്കുക, എന്ത്? നോ മെൻ ആർ സ്ട്രേഞ്ച്, ആരും അപരിചിതരല്ല. നോ കൺട്രി ഈസ് ഫോറിൻ, ഒരു രാജ്യക്കാരും ഫോറിനും അല്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല. അതൊക്കെ മനുഷ്യൻ്റെ മൈൻഡിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ജെയിംസ് കിർക്കപ്പ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹി വാണ്ട്സ് ദ റീഡേഴ്സ് ഓഫ് ദ പെരിൽസ് ഓഫ് സെപ്പറേഷൻ. അതുപോലെ പെരിൽസ് മീൻസ് വിപത്ത്. ജെയിംസ് കിർക്കപ്പ് റീഡേഴ്സിനെ വാൺ ചെയ്യാണ്. എന്തിനെ ബേസ് ചെയ്തിട്ട്? സെപ്പറേഷൻ. നിങ്ങളിങ്ങനെ സെപ്പറേറ്റഡ് ആയാൽ അതിൻ്റെ പിന്നിൽ വലിയ വിപത്താണ് വരാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ബിനീത്ത് ദ യൂണിഫോം, which itself is in one sense a forced attempt to bring in uniformity. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ഒറ്റ യൂണിഫോമിന് അടിയിലാണ്, മീൻസ് ഒരൊറ്റ യൂണിഫോമാണ് നമുക്കുള്ളൂ. ഓക്കെ, all human beings are ultimately one. ഇവിടെ ഉദ്ദേശിക്കുന്നത് യൂണിഫോം എന്നുകൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഡിഫറെൻറ്റ് ആർമീസാണ്. ഓരോരോ ആ രാജ്യത്തിൻ്റെ ആർമിക്കും അതിൻ്റേതായിട്ടുള്ള യൂണിഫോമുകളുണ്ട്. പക്ഷേ അതിന് അകത്തുള്ള മനുഷ്യൻ്റെ ആ ഒരു എക്സിസ്റ്റൻസ്, മനുഷ്യൻ എന്നുള്ള സാധനം, അത് എല്ലാ രാജ്യത്തും സെയിമാണ്. യൂണിഫോമിൻ്റെ ആർമിയുടെ കളറ് മീൻസ് മാറിയെങ്കിലും മനുഷ്യൻ്റെ അവസ്ഥകൾ എല്ലാ രാജ്യത്തും സെയിമാണ്. മനുഷ്യൻ എന്നുള്ള ആ ഒരു ഹ്യൂമൻ ബീയിങ്, ആ ഒരു ബീയിങ്, ആ ഒരു ജീവി എല്ലാ ലോകത്തും എല്ലായിടത്തും ഒരുപോലെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ദ പോയിറ്റ് എക്സ്പോസസ് ദ ഹൊറർ ആൻഡ് ബ്രുട്ടാലിറ്റി ഓഫ് ഓൾ വാർ ആൻഡ് എക്സ്ഹോർട്സ് ഓൾ ദാറ്റ് വെൻ വി ഹേറ്റ് അവർ ബ്രദേഴ്സ് വി ഡു ഹേറ്റ് അവർ സെൽവ്സ്. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള രാജ്യക്കാരെ വെറുക്കുമ്പോൾ അവർ മനുഷ്യരാണ്. അങ്ങനെ മറ്റുള്ള മനുഷ്യരെ വെറുക്കുന്നതിലൂടെ നമ്മൾ നമ്മളെ തന്നെ വെറുക്കുകയാണെന്നാണ് ജെയിംസ് കിർക്കപ്പ് പറയുന്നത്. ഇൻ ദിസ് ആൻറ്റി വാർ പോയം, അനദർ പോയിൻ്റാണ്, ഇതൊരു ആൻറ്റി വാർ പോയമാണ്, ബേസിക് പോയിൻ്റാണ്, ഓർത്തു വെക്കുക. ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലോറിഫൈയിങ് ദ റൊമാൻസ് ഓഫ് കമ്പാറ്റ്. വാർ പോയിട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വാറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കവിതകൾ കാണാം, വാറിനെ എഗെയിൻസ്റ്റ് ചെയ്തിട്ടുള്ള കവിതകൾ കാണാം. അപ്പോൾ ഇതൊരു ആൻറ്റി വാർ പോയിട്രിയാണ്. മീൻസ് വാറിൻ്റെ അതിൽ നടക്കുന്ന യുദ്ധങ്ങളും അതിൽ നടക്കുന്ന വീരകഥകളൊന്നും പാടി പുകഴ്ത്തുന്നില്ല ഈ കവിതയിൽ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഗ്ലോറിഫൈയിങ്, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. റൊമാൻസ് ഓഫ് കമ്പാറ്റ്, കമ്പാറ്റ് മീൻസ് യുദ്ധം. The poet emphasizes the similarity of all men and women of the world, and a war is fought by constructing imaginary difference between people. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നത് എല്ലാ മെൻ ആൻഡ് വിമൻ, ലോകത്തുള്ള എല്ലാ മെൻ ആൻഡ് വിമനും ആക്ച്വലി എന്താണ്, ഒരുപോലെയാണ്. അവർക്കിടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫൈറ്റ് അല്ലെങ്കിൽ ആ ഒരു കമ്പാറ്റ്, ആ ഒരു യുദ്ധം, അത് ഇമാജിനേഷനിലൂടെ മാത്രമാണ് വരുന്നത്. മീൻസ് മനുഷ്യരുടെ മൈൻഡുകളിലൂടെയാണ് യുദ്ധം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്.
Okay, the simple lyrics of the poem emphasizes the communitarianism of all humanity instead of focusing on the debilitating debilitating means ഈ ശക്തിക്ഷയം വരുത്തുന്ന നമ്മുടെ പവറിനെ ഇല്ലായ്മ ചെയ്യുന്ന എഫക്ട്സ് ഓഫ് വാർഫെയർ ഓൺ ദ ഇൻഡിവിജ്വൽ കമ്പാറ്റ്. ഈ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, നമ്മളുടെ ഉള്ള ശക്തിയെ ഇല്ലായ്മ. തർക്കത്തിൽ ഏർപ്പെടുന്ന പറഞ്ഞാൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്ന പറഞ്ഞാൽ അത് നമുക്ക് നഷ്ടം മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ, നമുക്ക് ബലക്ഷയം ശക്തിക്ഷയം മാത്രമേ വരുത്തുന്നുള്ളൂ, ഒരു രീതിയിലുള്ള ബെനിഫിറ്റും അതുകൊണ്ടില്ല എന്നാണ് ആര് പറയുന്നത്, ജെയിംസ് കിർക്കപ്പ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടൈറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോമൻ ആർ ഫോറിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആരും എന്തല്ല ഫോറിൻ അല്ല, കാരണം എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും ഒന്നാണെന്നുള്ളൊരു യൂണിറ്റിയുടെ ഒരു പ്രതീകമാണ് ഈ ഒരു കവിത. ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. കൺഫ്യൂഷൻസ് എന്തുണ്ടെങ്കിലും യു ക്യാൻ ആസ്ക് ടു മീ, ഐ എം ഹിയർ ടു റിപ്ലൈ ഫോർ യു. ഓക്കെ, ആൻഡ് ദിസ് form a very simple poem that we can discuss for the next class. Okay, for the next class we can discuss the poem and the question answers that we can see here at the last of the chapter. Okay, anyway, I'm wind up in this session, this video presentation right now. Okay, we can meet later.